പേജിൽ ഫോട്ടോ കണ്ടോ? എന്താ? അയ്യോ കൊള്ളാം. ചാക്കോ ചാക്കോ. ചാക്കോ സാർ ചായയും ലഡും പഴംപരിയും എടുക്കട്ടെ സാർ. വേറൊന്നുണ്ട്? പരിപ്പൂട ഉണ്ട്, സുഖി ഉണ്ട്. സുഖിയ മാനേജർ ഓർഡറോ? പുറത്തേക്ക് പോയിട്ട് ഇവിടെ ചായ കുടിക്കണം. ഉണ്ട്. ഇല്ലേ? ഒരുത്തൻ വടക്കോട്ട്, ഒരുത്തൻ കിഴക്കോട്ട്. എന്താ വിഷ്ണു ഇത്? ശിവകുമാർ ലഡ്ജർ എടുക്ക. വേർ ഇസ് ലഡ്ജർ ബുക്ക്? വിഷ്ണു, നിങ്ങളുടെ ആ ലെഡ്ജർ ബുക്ക് എടുക്കുക. സർ. സാർ വന്നു. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടോ ഇത്? സർ, ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടിയിട്ട്. ഒരു സ്കെയിൽ ടു പറഞ്ഞ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണോ താൻ ഹാൻഡിൽ ചെയ്യുന്നത്? എന്നിട്ട് ഫോൺ വിളിക്കുമ്പോൾ പറയാം, സാറേ ഫണ്ടില്ല 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 എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ഡെപ്പോസിറ്റ് പിടിക്കണം. ആ ഡെപ്പോസിറ്റ് വെച്ചോണം ബിസിനസ് ചെയ്യാൻ. എടോ, താനൊരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് അല്ലേ? തനിക്കറിയില്ല ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്? അറിയാം. സി, ഐ എം വെരി സോറി ടു സേ ദിസ്, ബട്ട് ടേക്ക് ഇറ്റ് ഫ്രം മീ. ഒറ്റൊരുത്തൻ്റെ പണിയാണല്ലോ. അയ്യോ ഇഡിയറ്റ്സ്. എടോ, ഒരു കസ്റ്റമർ ഉണ്ടോ ഇവിടെ? സർ, ഇവിടുത്തെ നാട്ടുകാരൊന്നും ഈ ബാങ്കിങ് സിസ്റ്റമായിട്ട് അത്ര യൂസ്ഡ് അല്ല. എഗെയിൻ, ഈ ലൂപ്പോൾസ് ഒന്നും എനിക്ക് അറിയണ്ട. ഓരോയിടത്തും പോയി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഡെയിലി കളക്ഷൻ എനിക്ക് ഇവിടെ കിട്ടിയേ പറ്റൂ. ലുക്ക്, ഞാൻ ഒരു സോണൽ മാനേജർ മാത്രമാണ്. എനിക്ക് അതിൻ്റെതായ വർക്ക് പ്രഷറുണ്ട്. റെഡിയാവും സർ, വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. വർക്കിംഗ് ഓൺ ഇറ്റ്. ശിവകുമാർ എന്തായി? ഇല്ല സാർ, എൻട്രി ചെയ്തേക്കുന്ന ഒന്നും ശരിയായിട്ടല്ല. ഒന്നും ശരിയാവില്ല, ഇത് അടച്ചു വെച്ചേക്കും. ഇന്നൊരു ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടി ഞാൻ പറയുന്നില്ല. ശിവകുമാർ, പുതിയൊരാളെ ജോലിക്ക് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ലക്ഷ്മിയാ സതീറ കാര്യം പറഞ്ഞേ. ആ തീരുമാനം എന്തായാലും നന്നായി. ഓർക്കൊരു വരുമാനം ആകല്ലോപ്പാ. അത് ശരിയാണ്. ഈ ഡെയിലി സേവിങ്സ് അക്കൗണ്ട് ആളുകൾ കൊണ്ട് തുടങ്ങിപ്പിക്കണം. അതിനെ ഞങ്ങൾ സഹായിക്കാം. പിന്നെ അവർ തരുന്ന കാശ് കൃത്യമായി കളക്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഹെഡ് ഓഫീസിൽ സംസാരിച്ചിട്ട് ഒരു 2 ദിവസത്തിനുള്ളിൽ പറയാം. ഓക്കെ? ധൈര്യമായിട്ടിരിക്കെ, ഞങ്ങളെല്ലാവരും ഇല്ലേ കൂടെ? ഇതൊക്കെ രണ്ടാം ഘട്ടമാണോ? അതല്ലേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റിയൊന്നും ഇവിടെ ഇല്ലാന്ന്. ഇവരതിനെ താല്പര്യം കാണിക്കുന്നുമില്ല. ചാക്കോ, ഒരു കാര്യം ചെയ്യും, പത്രത്തിലൊരു പരസ്യം കൊടുക്ക്. ആ, അതാവുമ്പോ എന്ത് കള്ളത്തരം വേണമെങ്കിലും പറയാം. 6 അടി പൊക്കം, ഒത്ത ശരീരം, പിന്നെ ആവശ്യത്തിന് മണ്ടത്തരം. അത് കറക്റ്റ്. ദേ സാറേ ആണ്ടൂർത്തി ചാടിപ്പോയി. ഇതേതാ ഈ കുട്ടി ചേച്ചി? ഇത് രുക്മിണി ചേച്ചിയുടെ മോള് പത്മ. നല്ല കുട്ടിയാ, ആലോചിക്കട്ടെ. ഏയ്, അതൊന്നും വേണ്ട ചേച്ചി. കഴിഞ്ഞ ദിവസം ഈ കുട്ടീനെ ബാങ്കിൽ വെച്ച് കണ്ടായിരുന്നു. കണ്ടതാണോ? അപ്പൊ കൊഴപ്പില്ല. ഏയ്, അതൊന്നും വേണ്ട ചേച്ചി. ചുമ്മാരി വേണ്ട ചേച്ചി, ചേച്ചി വിട്ടു. ഞാൻ ശരിയാക്കപ്പ. ആ, നോക്കിക്കോ, നമുക്ക് ശരിയാക്കാന്നേ. ഒന്ന് പോ ചാക്കോ, കാര്യമാണ്. എനിക്കോ നടക്കുന്നില്ല. നടക്കും ചാക്കോ. ഈടെ ആന്ന് ഞാൻ ഒരിക്കൽ വന്നിന്. ആണല്ലേ? ഈ വഴിക്ക് പോയി നോക്കാ. സതീച്ചി. ആ, പത്മ, ഇതെന്താ ഈ വഴി? ഞങ്ങളുടെ ഹമീദ് ഖാന്റെ വീട്ടിലേക്ക് വന്നതാ. അയ്യോ, അത് ഈ വഴിയല്ല, ആടുന്ന് ലെഫ്റ്റ് പോണം. അതെയാ? അയ്യോ, ശരി പത്മ. ആ ആ സാറേ, ഒരു മിനിറ്റ്, നീയും വാ. ഇതിപ്പോ നിന്റെയും ബാങ്കല്ലേ, നീ പറഞ്ഞ കുറെ ഉള്ള അക്കൗണ്ട് തുടങ്ങും. താൻ ആകെ നടത്തിയത് ഒരേ ഒരു വിദേശയാത്ര, അതും 6 വർഷങ്ങൾക്ക് മുമ്പ് ദുബൈയിലേക്ക്. 3 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചും വന്നു. എന്തിനാ പോയത്? ജോലി തേടി പോയാ സാറേ, ഒന്നും ശരിയായില്ല. പേരിന് പോലും വിദേശത്തൊരു ബന്ധമില്ലാത്ത തനിക്ക് ഇപ്പം എങ്ങനെ ഇത്രയും വലിയൊരു ബിസിനസ് ഡീൽ അവിടെ നടത്താൻ പറ്റുന്നത്? ബന്ധങ്ങളുള്ളതുകൊണ്ട് മാത്രം ആരെങ്കിലും രക്ഷപ്പെടുമോ സാറേ? യൂസഫ് അലി സാറൊക്കെ നമുക്ക് നല്ല എക്സാമ്പിൾസ് അല്ലേ? അത് ശരിയാ, പക്ഷെ അവരൊന്നും നിന്നെ പോലല്ല കാശുണ്ടാക്കിയത്. ഈ വിഷ്ണുവും മറ്റുള്ളവരും ബേടകത്തെ ബാങ്കിൽ ജോലിക്ക് ചെന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ശരിയാണ്. സാധാരണഗതിയിൽ തുടങ്ങിയ ബാങ്കിൽ പിന്നെ നടന്നൊന്നും അധികം ആർക്കും അറിയത്തില്ല സാറേ. സർ, യെസ് എന്റെ ഹോൾ ടിക്കറ്റ് വന്നില്ല. മോളെ, ഇത് ബാങ്കാണ്, കോളേജല്ല. ഹോൾ ടിക്കറ്റ് അതല്ല സർ, ഞാൻ ഈടിയ ഫീസ് അടിച്ച് എൻ്റെ പേരുള്ള എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് വന്നിന്, അനക്ക് മാത്രം വന്നില്ല. യൂണിവേഴ്സിറ്റി വിളിച്ച് ചോദിച്ചപ്പോൾ കാശ് കിട്ടിയില്ല എന്നാ പറയുന്നത്. അതെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. മോള് പോയിട്ട് നാളെ വരൂ. നാളെ ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടിയിട്ട് വരാം.
ലക്ഷ്മി ഒന്ന് മാനേജർ അടുത്ത് സൂചിപ്പിച്ചേക്കെ. ശരി. മിനിമം 10 ലക്ഷം രൂപയെങ്കിലും ഡെപ്പോസിറ്റ് വേണമെന്നാണ് വിജയ് സാർ പറയുന്നത്. അതിന് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ഡിപ്പോസിറ്റ് വല്ലതും വരുമോ സാറേ? സാറേ ഈ 10 ലക്ഷം രൂപയൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ച് ടാർഗറ്റ് അച്ചീവ് ചെയ്യണ്ടേ? എല്ലാവരും ജോലി പോകുന്ന പ്രശ്നമാണ്. അതിന് നാട്ടുകാരെ കയ്യിലുള്ള കാശ് മുഴുവൻ ആ ബട്ടിന് പലിശ കൊടുക്കാനല്ലേ തികയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഡെപ്പോസിറ്റും തന്നെ അങ്ങോട്ട് ചെന്നാൽ മതി. ഒരു 2 ലക്ഷം രൂപ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ക്ലോസിംഗ് ബാലൻസ് കാണിക്കായിരുന്നു. വിജയ് സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചിരിക്കാം. ഈ 2 ലക്ഷം രൂപ ഇപ്പൊ എവിടെ നിന്ന് ഉണ്ടാക്കും? ആ ബട്ടിനോട് തന്നെ ചോദിക്കാം, ഡിപ്പോസിറ്റ് മതി. ആ ചെന്നാ മതി. ബട്ടിപ്പ് എടുത്താണ് തരും. സാറേ ഈ കൊള്ളപ്പലിശക്കാരനൊന്നും ബാങ്കിൽ കാശിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടിയേ പറ്റൂ. ഒരു 2 ലക്ഷം രൂപയെങ്കിലും ഇല്ലെങ്കിൽ എല്ലാവരും ജോലിയുടെ കാര്യമൊന്നും മറന്നേ കേട്ടോ. അങ്ങനെയൊന്നും പറയല്ലേ സാറേ. അയാളെ കാല് വേണമെങ്കിൽ പിടിക്കാം. പഴയ പണിക്കൊന്നും പോകാൻ വയ്യ. പഴയ പണി തന്നെയായിരുന്നു നല്ലത്. ഇതിപ്പോൾ ചായയും കാപ്പിയും മേടിച്ചു അടുത്ത്. ചാക്കോ മോളെ അച്ഛനെവിടെ? ഒരു തോട്ടത്തിൽ എന്താരേ നീ യാക്ക് ബന്ദരേ? ബാങ്കിൽ നിന്ന്. ആ നീർ കൊടുമ തോട്ടത്തിലാണ്. ഓഹോ. സാർ ഞങ്ങള് എനിക്കറിയാം, നിങ്ങൾ ബാങ്കിലെ പുതിയ ജോലിക്കാരല്ലേ? അല്ല ഞങ്ങളെങ്ങനെ? ഈ നാട്ടിൽ പുതുതായിട്ട് ആറ് വന്നാലും എനിക്കറിയും. സാർ ഞങ്ങൾക്ക് സാറിൻ്റെ ഒരു സഹായം വേണമായിരുന്നു. ശരി, നിങ്ങൾ പോയി അവിടെ ഇരിക്കേ, ഞാൻ വരാം. എന്ത് സഹായം? സാർ നമ്മുടെ ബാങ്കിലേക്ക് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം സംസാരിക്കാനായിരുന്നു. 11% വരെ റിട്ടേൺസ് കിട്ടുന്ന ഒരു പ്ലാൻ ഉണ്ട് സാർ. സാർ ഒരു ചെറിയ ഡെപ്പോസിറ്റ് ഇടണം. ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട എനിക്ക് എത്ര കിട്ടും? ഒരു ചെറിയ ലാഭം. അതേ കാശ് എൻ്റെ കയ്യിലിരുന്ന ഒരു വർഷം ഞാൻ 4 മടങ്ങ് അധികമാ സമ്പാദിക്കും. സാർ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ? ഞങ്ങൾ എല്ലാവരുടെയും ജോലിയുടെ പ്രശ്നമാണ്. പറ്റില്ല എന്ന് പറഞ്ഞല്ലേ, ഇറങ്ങിക്കോ എല്ലാരും. വാ പോവാ, ഞാൻ പറഞ്ഞില്ല എപ്പോഴേ. സാറേ എന്നാ കുറച്ച് കാശ് കടായിട്ട് തരാൻ പറ്റുമോ? സാധാരണയായി ഞാൻ ഈ നാട്ടുകാർക്ക് കടം കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ ഈ നാട്ടുകാരായില്ലേ, തരാം. എത്ര വേണം? ഒരു 5 ലക്ഷം. രാഘവ,